നമ്മളിന്ന് ഒരു ഓട് കമ്പനിയിലാണുള്ളത്. ഇതാണ് ഓട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പുക വരുന്ന കുഴലാണത്. ഇതാണിപ്പോൾ ഒരു ഓട് കമ്പനി. ഇവിടെ ഇപ്പോൾ ഓട് ഉണ്ടാക്കിയതിന് ശേഷം അത് ഉണക്കാൻ വെക്കുന്നുണ്ട് വെയിലത്ത് ഉണക്കിയതിന് ശേഷമാണ് ചൂളയിലിട്ട് ചൂടാക്കുമ്പോഴാണ് ഈ പുകക്കുഴൽ വഴി പുക വരുന്നത്. അത്ര എക്സ്ട്രീം ലെവൽ പുക ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പൊക്കത്തിൽ കുഴലുണ്ടാക്കിയിട്ട് പുക വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ മണ്ണുകളൊക്കെ കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയ ഓടുകൾ ഓരോ തട്ടുകളായിട്ട് അടക്കി വെച്ചേക്കുന്നതാണ്. വലിയ ഓടുകളും ചെറിയ ഓടുകളൊക്കെ ആയിട്ടുണ്ട്. ഓരോ സെക്ഷനായിട്ട് തിരിച്ചാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ ഓരോ മെഷീൻസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ നോർമൽ ഒരു ഓടുണ്ടാക്കുന്നതാണ്. കളിമണ്ണ് വെച്ചിട്ട് കളിമണ്ണ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ട് അത് ഡയറക്റ്റ് മെഷീനിലോട്ട് വെക്കുകയാണ്. അപ്പോൾ മെഷീനിൽ ഈ ഓടിൻ്റെ ഡിസൈനായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു പാലറ്റിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് റോൾ ചെയ്ത് കറങ്ങിയിട്ട് ഒരു ഓടായിട്ട് ഇപ്പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് അത് ഉണക്കാൻ കൊണ്ടുപോകുന്നതാണ് വെയിലത്തിട്ടിട്ട്. ആ ഒരു പ്രോസസ്സിങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ വേറൊരു ഓടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് ഡയറക്റ്റ് മണ്ണ് വെച്ചിട്ടാണ്. മണ്ണ് ആ മെഷീൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ആണ് ചെയ്യുന്നത്. ഇതും ആ ഒരു ഓടിൻ്റെ ഡിസൈൻ ആ പാലറ്റിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പുറത്തോട്ട് റോൾ ചെയ്തിട്ട് ഓടായിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ ചെറിയ ഓടാണ്, വേറൊരു ഡിസൈനിലുള്ള ചെറിയ രീതിയിലുള്ള ഓടാണ്. ഇതും ഇപ്പോൾ ഉണ്ടാക്കിയ ശേഷം ഉണക്കാൻ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ വേറെ ഓടുകളൊക്കെ ഇരിക്കുന്നുണ്ട്, ഉണ്ടാക്കിയതിന് ശേഷം ഇരിക്കുന്നുണ്ട്. ഇതൊന്നും മലയാളികളല്ല ഇത് ചെയ്യുന്നത്. ഇതൊന്നും മലയാളികളല്ല.